ഒരുപക്ഷെ നമ്മുടെ ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്കറിയാവുന്ന വിഷയമായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു വാക്കായിരിക്കാം. എന്താണെങ്കിലും ഇനിയുള്ള ഒരു അരമണിക്കൂർ നേരം നമ്മൾ ഈ ഒരു വിഷയത്തിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങി ചിന്തിക്കാൻ പോവുകയാണ്. ഒരുപക്ഷെ ഫ്ലയറുകൾ നിങ്ങൾ കണ്ടു കാണും. വിഷയം ഇതായിരുന്നു: ഓട്ടോമേറ്റ് യുവർ ലൈഫ്. നാളിതുവരെ നമ്മൾ കണ്ട ലോകമല്ല, അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇന്ന് എന്ന ദിവസം. മനോഹരമായ, അത്ഭുതകരമായ പല മാറ്റങ്ങൾക്കും വിധേയമാകുന്നതാണ് ഓരോ ദിവസവും. പുതിയ ആശയങ്ങളെ കണ്ടെത്തുന്നതും അതുപോലെ തന്നെയാണ്. ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ കഴിയുക എന്നത് പറയുന്നതും അങ്ങനെയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന ഓട്ടോമേറ്റഡ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മുടെ വീട്ടില് വാഷിംഗ് മെഷീൻ ഓട്ടോമാറ്റിക് ആയി മാറിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വാഹനം, കാറുകൾ ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കെട്ടുന്ന വാച്ച് ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ ചോദ്യം ഇതാണ്: നിങ്ങൾ ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ടോ? നിങ്ങളുടെ ലൈഫ് ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ടോ? ഓട്ടോമേറ്റഡ് എന്ന വാക്ക് ഒരുപക്ഷെ പുതുമയുള്ള വാക്കായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് പുതിയ വാക്കായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പറയുന്നു, ഓട്ടോമേറ്റഡ് എന്നാൽ ഏതെങ്കിലും ഒരു പ്രക്രിയ മനുഷ്യന്റെ സഹായത്തോടെയോ ടെക്നോളജിയുടെ സംവിധാനത്തോടു കൂടിയോ അത് മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു സിസ്റ്റമാറ്റിക് ആയി ഒരു റൂട്ടീൻ കീപ്പ് ചെയ്ത് പോകുന്നതിനെയാണ് ഓട്ടോമേറ്റഡ് ആകുക എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇത് താനെ സംഭവിക്കുന്ന ഒരു രീതിയിലേക്ക് മാറും. പ്രത്യേകിച്ച് നമ്മുടെ ഇടപെടലുകളൊന്നുമില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംവിധാനമാണ്. ചില ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ കാലികമായ മാറ്റങ്ങളിലൂടെ അത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമാകും. അതിനുശേഷം നമ്മുടെ ജീവിതത്തിലേക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്യാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ ജോലിയോട് ബന്ധപ്പെട്ട് ഇത് എങ്ങനെ കണക്ട് ചെയ്യാം എന്ന് മനസ്സിലാവും. നമുക്കറിയാം, കുറെ നാളുകളായി നമ്മുടെ ജീവിതശൈലിയിൽ വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ 90s കിഡ്സ് എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള തലമുറയ്ക്ക് പോലും വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. നമുക്ക് ചുറ്റും മാറിയിരിക്കുന്ന ലോകത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട്. ഒരു കാലത്ത് പലക പോലിരിക്കുന്ന ഒരു ട്രെയിൻ ടിക്കറ്റ് വാങ്ങിക്കുവാൻ നമ്മൾ ക്യൂ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പലപ്പോഴും നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാകും. പഴയ റെയിൽവേ ടിക്കറ്റ് കണ്ടിട്ടുള്ളവർ ഇന്നത്തെ തലമുറയിൽ വളരെ ചുരുക്കവുമാണ്. ക്യൂ നിന്ന് മേടിക്കുന്ന ട്രെയിൻ ടിക്കറ്റ് മാറി ഇന്ന് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പോലും ടിക്കറ്റ് എടുക്കാവുന്ന രീതിയിലേക്ക് സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു. ഒരു മൊബൈലിനുള്ളിൽ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് ടിക്കറ്റുകൾ ഇന്ന് എടുക്കാൻ കഴിയുന്നു. പണ്ട് നമ്മൾ ക്യൂ നിന്ന് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷന്റെ വാതിൽക്കൽ ചെന്നെങ്കിൽ മാത്രമേ നമുക്കൊരു ടിക്കറ്റ് എടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ഇന്ന് ആ സിസ്റ്റം ടോട്ടലി മാറിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഒരു ബാങ്കിങ് രീതി വ്യത്യസ്തമാണ്. ബാങ്കിങ് രീതിയിൽ വന്ന മാറ്റം എന്താണ്? നമുക്കറിയാം, ഒരു ബാങ്കിൽ പോയി അവിടുന്ന് ഒരു DD എടുത്ത് അല്ലെങ്കിൽ പെയിൻ സ്ലിപ്പ് പൂരിപ്പിച്ച് ഒരു ബാങ്കിങ് മേഖലയിൽ അല്ലെങ്കിൽ ബാങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പണ്ട് പെയിൻ സ്ലിപ്പ് എടുത്തോ അല്ലെങ്കിൽ DD എടുത്തോ നമുക്ക് ബാങ്കിൽ ക്യൂ നിന്ന് പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ എടുക്കുകയോ ചെയ്യണമായിരുന്നു. ഇന്ന് ആ സ്ഥാനത്ത് ATM കൗണ്ടറുകൾ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഓട്ടോമേറ്റഡ് ആയി മാറി. കാരണം കുറെ കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിലായി. ഇന്ന് അതും മാറി. ഒരു ഹർത്താലോ ഒരു പ്രവൃത്തി ദിവസമല്ലാത്ത ദിവസം, അതായത് ഹോളിഡേ ആണെങ്കിൽ പോലും നമുക്ക് വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. ഒരുപക്ഷെ ബാങ്ക് അടച്ചിരിക്കുന്ന സമയത്ത് രാത്രി 12 മണിക്കോ 1 മണിക്കോ ഒരു ട്രാൻസാക്ഷൻ നടത്താൻ നമുക്ക് വലിയ പ്രയാസമില്ല. വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് അയക്കുന്ന ലാഭത്തോടു കൂടി നമുക്ക് ബാങ്കിങ് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു. പണമിടപാടുകൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിയതോടുകൂടി അതും ഓട്ടോമേറ്റഡ് ആയെന്ന് പറയാൻ കഴിയും. ഇനി നമുക്കറിയാം, ഓൺലൈൻ ഡെലിവറി സിസ്റ്റം നമുക്ക് ചുറ്റും വന്നിരിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ ഓട്ടോമേറ്റഡ് ആയി കഴിഞ്ഞു. പണ്ട് നമുക്ക് ഒരു കാർ വിളിക്കാൻ, ഒരു ടാക്സി വിളിക്കണമെങ്കിൽ ടാക്സി സ്റ്റാൻഡിൽ ചെന്ന് വണ്ടി വിളിക്കണമായിരുന്നു. ഇന്ന് നമ്മൾ നിൽക്കുന്നിടത്തേക്ക് ടാക്സി നമ്മളെ തേടി വരുന്നു. ഹലോ, ഓല പോലുള്ള അല്ലെങ്കിൽ യൂബർ പോലുള്ള സംവിധാനങ്ങൾ വന്നതോടുകൂടി നമ്മുടെ ആ ഒരു പ്രശ്നവും അവിടെ പരിഹരിക്കപ്പെട്ടു. എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ പിടിക്കേണ്ടത്, നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലെ പുതിയ കാര്യങ്ങൾ ഓട്ടോമേറ്റഡ് ആയി മാറുന്നതോടുകൂടി നമ്മുടെ പല പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ കാണുന്നു എന്നുള്ളതാണ്. വ്യത്യസ്തമായ ഇത്തരം ആശയങ്ങൾ, ടെക്നോളജികൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ സംഭവിക്കുന്നു. ഒരു കാലത്ത് നമുക്കറിയാം, മൊബൈൽ ഫോൺ ഇന്ന് ഉപയോഗിക്കുന്ന പലർക്കും അറിയാം, പഴയ ഫോൺ ആരും കണ്ടിട്ടില്ലാത്തവരും ഉണ്ട്. നോക്കിയയുടെ ഫോൺ പോലുള്ള കമ്പനികൾ, അല്ലെങ്കിൽ സീമെൻസ് അല്ലെങ്കിൽ സോണി എറിക്സൺ ഒരു കാലത്ത് ഇറങ്ങിയ ചില ഫോണുകളാണ്. സീമെൻസ് പോലുള്ള ഫോണുകൾ ഇറങ്ങിയ സമയത്തും ആളുകൾക്ക് മെസ്സേജ് ചെയ്യാനും കോൾ ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആയിരുന്നു. പക്ഷെ
ഇന്ന് അങ്ങനെ ഒരു ഡിവൈസ് ഉണ്ട്. അതിൽ ഫോണും ചെയ്യാൻ പറ്റും. ഓക്കെ. ടെക്നോളജിയുടെ ധാരാളിത്തം ഈ വസ്തുക്കളെ ഫോൺ ചെയ്യുന്നത് ഒരു പ്രോസസ്സ് മാത്രമാക്കിക്കൊണ്ട് മറ്റുള്ള പല കാര്യങ്ങളും കടന്നു വന്നു. ഇന്ന് ഒരു മൊബൈൽ ഫോൺ ഒരു ഓഫീസായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു. നമ്മുടെ പല വർക്കുകളും അതിനകത്ത് ചെയ്യാൻ കഴിയുന്നു. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം മാത്രമാകാതെ അതിനും ഏറെ അപ്പുറം അത് മുന്നോട്ട് പോയിരിക്കുന്നു. ഒരുപക്ഷേ ഇന്ന് എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ വിനോദം എന്ന് പറയുന്ന കാര്യം, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, അതുപോലെ നമുക്കറിയാം ഒരു ഇൻഫർമേഷൻ തേടിയെടുക്കുവാൻ നമുക്കിന്ന് ഒരു പ്രയാസവുമില്ല. പണ്ടോ കുറച്ച് നാൾ ഒരു 10, 15 വർഷം പുറകിലേക്ക് പോയി നോക്കിയേ. ഈവൻ ഒരു ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ പോലും നമ്മള് ഈ പറയുന്ന അക്ഷയ സെന്റർ പോലുള്ള സംവിധാനങ്ങളിലോ, അല്ലെങ്കിൽ ഡിടിപി സെന്ററുകളിലോ, അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേയിലോ നമ്മൾ തേടിയിരുന്ന ഒരു കാലമുണ്ട്. പക്ഷെ ഇന്ന് നമുക്കൊരു ഫോം ഫില്ല് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സംവിധാനത്തിലേക്ക് നമുക്കൊരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഇന്നൊരു പ്രയാസവുമില്ല. അവരുടെ വെബ്സൈറ്റിൽ കയറി ലോഗിൻ ചെയ്ത് നമ്മുടെ ഫോൺ നമ്പറോ ഒടിപിയോ വന്നതിന് ശേഷം നമുക്ക് ഓരോരുത്തർക്കും ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു. സോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുള്ള ഓട്ടോമേറ്റഡ് ആകുന്ന ചില സംവിധാനങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ചുറ്റും മാറുന്ന ഈ ലോകത്തില് ഇത്തരം ഓട്ടോമേഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? നമ്മുടെ ജീവിതം എങ്ങനെ ഓട്ടോമേറ്റഡ് ആവണം? അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ലൈഫിൽ ഓട്ടോമേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മളെ വ്യത്യസ്തമാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില ശീലങ്ങളാണത്. രാവിലെയും വൈകിട്ടും മാത്രം കാണുന്ന ഒരു വസ്തുവാണ് നമ്മുടെ വീട്ടിലെ ടൂത്ത് ബ്രഷ്. ഹലോ. ഇത് രാവിലെ എടുത്ത് പല്ല് തേക്കാൻ നിങ്ങളോട് ആരോടും പറയേണ്ട കാര്യമില്ല. അതുപോലെ നിങ്ങൾ ഒരുപക്ഷെ ഓരോ ദിവസവും കുളിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സോപ്പ് ദേഹത്ത് തേക്കുന്ന ഒരേ പൊസിഷനിലായിരിക്കും ആദ്യം ചെയ്തു തുടങ്ങുക. ഒരുപക്ഷെ ദേഹത്തേക്ക് വെള്ളം ഒഴിക്കുന്നതും ഒരു പൊസിഷനിലായിരിക്കും ആദ്യമായിട്ട്. ഇത് കാലാകാലങ്ങളായിട്ട് നിങ്ങൾ തുടരുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശീലത്തിൽ വന്ന ഒരു ഓട്ടോമേഷൻ ആണത്. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഓരോ ശീലങ്ങളും ഇതുപോലെ ഓരോ ദിവസവും റൂട്ടീൻലി ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഇതുപോലെ ഒരു പ്രോസസ്സ് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ടാണ് ഓട്ടോമേറ്റഡ് ആകുന്ന ചില ശീലങ്ങൾ നമുക്കുണ്ടാകുന്നത്. ആദ്യമായി നമ്മൾ പല്ല് തേപ്പിച്ച കാലത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മൾ ഓരോ ദിവസവും രാവിലെ ആർക്കോ വേണ്ടി ഉപേക്ഷിച്ച് പോയ ഒരു ബ്രഷ് എന്നതുപോലെ വൈകുന്നേരം അതിനെ തേടിയെടുക്കുകയും പിറ്റേ ദിവസം രാവിലത്തേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണത്. ഞാനിത് പറയുമ്പോൾ മാത്രമല്ല നിങ്ങളത് ഓർത്തത്. നമ്മുടെ ജീവിതത്തിൽ ചില വസ്തുക്കളുണ്ട്. ഡെയിലി നമുക്ക് ആവശ്യമുള്ളതും എന്നാൽ ആ സമയം കഴിഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നതുമായ വസ്തുക്കൾ. പിറ്റേ ദിവസം രാവിലെ നമ്മളത് തേടി ചെല്ലും. ക്ലിയർ? നമ്മുടെ ശീലങ്ങളിൽ ഇത്തരം ഓട്ടോമേറ്റഡ് ആയ ചില സംവിധാനങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു മനുഷ്യൻ കുളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ദേഹത്ത് ആദ്യം വെള്ളം ഒഴിക്കുന്ന ഒരു പൊസിഷൻ. അത് എന്നും ഒരുപക്ഷെ ചിലര് വലത്ത് കൈയിലായിരിക്കാം. ഇപ്പം മഗ് ഒക്കെ ഉപയോഗിച്ച് കുളിക്കുന്നവരാണെങ്കിൽ വലത് കൈ കൊണ്ടായിരിക്കാം ആ മഗ് എടുക്കുന്നത്. അത് ആദ്യം ഒഴിക്കുക കൈയിലേക്ക്. ചില ആളുകൾ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ളവർ ആദ്യം സോപ്പ് തേക്കുക ഇടത് കൈയുടെ പാമിലേക്കായിരിക്കാം. അല്ലെങ്കിൽ കൈയുടെ ഷോൾഡറിലേക്കായിരിക്കാം. ഓരോരുത്തരും വ്യത്യസ്തമായ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് എന്നും ചെയ്യുന്നുണ്ടാവും. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഓർമ്മ വരികയുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിൽ പുതിയ ആശയങ്ങളെ നമ്മൾ തേടുമ്പോൾ നമ്മുടെ ലൈഫിന്റെ ഓട്ടോമേഷൻ സംവിധാനം ഓട്ടോമേറ്റഡ് ആയി മാറുന്ന രീതിയെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണം. ഓരോ ദിവസത്തെയും നമുക്കങ്ങനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഒരു ബിസിനസ്സോ ഒരു പുതിയ കാര്യത്തെയോ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങൾ റൂട്ടീൻ ആക്കാൻ കഴിയും എന്നുള്ളതാണ്. ചില ഉദാഹരണങ്ങൾ പറയാം. അതിലെ ഫസ്റ്റ് വൺ ഈസ് സെറ്റ് യുവർ അലാം എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലെ അലാം സെറ്റ് ചെയ്യുക. എന്താണ് ജീവിതത്തിൽ അലാം സെറ്റ് ചെയ്യുക? മമ്മൂട്ടി സാറോട് നോട്ട് ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. അലാം സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ നമ്മൾ നാളെ രാവിലെ 4 മണിക്ക് യാത്രയുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ടൈം പീസ് ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ് അല്ലേ? ഫോണിനകത്താണ് പലരും അലാം സെറ്റ് ചെയ്യുന്നത്. ഈ അലാം ഫോണിൽ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ ഉള്ളിൽ നമ്മളൊരു അലാം സെറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കുന്ന യാത്രകൾ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസവും റൂട്ടീൻ അല്ലാതെ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോൾ ആദ്യം നമ്മുടെ മൊബൈലിൽ ഒരു അലാം സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ നമ്മളൊരു അലാം സെറ്റ് ചെയ്യും. 4 മണി എന്ന് ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ആ അലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. പലർക്കും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. എന്താണെന്നറിയോ? ഫോണിലെ അലാം അടിക്കുന്നതിന് മുമ്പ് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടാവും. ഇന്ന് നമുക്കതൊരു റൂട്ടീൻ ആണെങ്കിൽ സജി മാം രാവിലെ 4 മണി 4:30ക്ക് എഴുന്നേൽക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എഴുന്നേൽക്കുന്ന ഈ അലാം ഫോണിൽ അലാം കേട്ടിട്ടല്ല പല ദിവസവും എഴുന്നേൽക്കുന്നത്. നമ്മളെ ഉണർത്തുന്ന ഒരു അലാം നമ്മുടെ ഉള്ളിൽ സെറ്റ് ആവുന്നു. ഇത് ഓട്ടോമേറ്റഡ് ആണ്.
ലൈഫിനെ ഓട്ടോമേറ്റഡ് ആക്കുന്ന, ജീവിതത്തെ ഓട്ടോമേറ്റഡ് ആക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത്തരം ഒരു അലാം സെറ്റ് ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഒരു ലൈഫിൽ ഒരു പുതിയ ആശയത്തെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ പലപ്പോഴും ആളുകൾ പറയുക എന്താ? എനിക്കതിനുള്ള സമയമില്ല. നമ്മുടെ സമയത്തെ ക്രമീകരിക്കുവാൻ ഇത്തരം അലാം നമുക്ക് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു റിമൈൻഡർ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ, അത് റൂട്ടീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും സമയമുണ്ടാവും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ എന്താ പറയുക? ഉച്ചവരെ കിടന്നുറങ്ങും. അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് വൈകുന്നേരം വന്നിട്ട് പറയും, "ഇന്നൊന്നും നടന്നില്ല. ഇന്നൊരു കാര്യവും നടന്നില്ല. നാളെ നമുക്ക് സെറ്റ് ചെയ്യണം." ഇങ്ങനെയല്ലേ ഓരോ വർഷവും നിങ്ങൾ പുതിയ റെസല്യൂഷൻസ് എടുത്തത്? ജനുവരി 1 ഇന്ന് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഇനി അടുത്ത ജനുവരി 1 ഞാൻ എടുത്തോളാം. ജഗതി ഒരു സിനിമയിൽ പറയുന്നത് പോലെ, "അടുത്ത പാട്ട് മത്സരത്തിന് ഞാൻ നോക്കിക്കോളാം" എന്ന് പറയുന്നത് പോലെ, നമ്മൾ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും പുതിയ തീരുമാനങ്ങൾ എടുത്തിട്ട് വർക്കൗട്ട് ആയില്ലെങ്കിൽ അത് അപ്പോഴേ റിജക്റ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ലൈഫിൽ ഇതിനൊരു അലാം സെറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മാത്രമല്ല, സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് ഓരോ കാര്യത്തിനും റിമൈൻഡർ കോൾ കൊടുക്കാൻ കഴിയും. ഇനി രണ്ടാമതായിട്ട് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ്. റിവേഴ്സ് യുവർ ഡെയിലി ലൈഫ്. എന്താണ് റിവേഴ്സ് യുവർ ഡെയിലി ലൈഫ്? നമുക്ക് കാര്യങ്ങളെ റിവേഴ്സലി ഷെഡ്യൂൾ ചെയ്യാൻ കഴിയണം. അതായത് ഒരു ദിവസം അതിന്റെ ഏറ്റവും ഒടുവിൽ നിന്ന് പിറകിലേക്ക് ഷെഡ്യൂൾ ചെയ്യാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ അന്നത്തെ എല്ലാ കാര്യങ്ങളും നടക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല. കാലാകാലങ്ങളായിട്ട് ഇത് പ്രോസസ്സ് ചെയ്ത് അതിൽ വിജയിച്ച ആളുകളുടെ ഒരു പദപ്രയോഗമാണ് റിവേഴ്സ് യുവർ ലൈഫ്. എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ പറയുന്നു മമ്മൂട്ടി സാറ് വയനാട് നിന്ന് യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നു. സാറിനെ ഞാനൊന്ന് ഉദാഹരണമായി എടുക്കുന്നു കേട്ടോ. മമ്മൂട്ടി സാറ് വയനാട്ടിൽ നിന്നും ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ തീരുമാനം എടുക്കുന്നു നമ്മുടെ ഓഫീസിലേക്ക്. നാളെയാണ് യാത്ര. നാളെ യാത്ര ചെയ്ത് ഇവിടെ എത്തുന്ന സമയം തൊട്ട് പിന്നിലേക്ക് സാറിന് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യാൻ കഴിഞ്ഞാൽ, സാറിന്റെ എല്ലാ കാര്യങ്ങളും അന്നത്തെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. ഹലോ? സാറ് പിന്നിലേക്കാണ് കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുന്നതെങ്കിൽ, സാറിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സാറിന് ചെയ്യാൻ കഴിയും. നമ്മൾ പലപ്പോഴും യാത്ര പോകുന്ന പൊതുവെയുള്ള ആളുകളുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. യാത്ര തുടങ്ങുന്നതിന് മുമ്പായിരിക്കും ആദ്യം ഇതിന്റെ ബാഗ് അന്വേഷിക്കുക. അതിനുശേഷം ഈ ബാഗിലേക്ക് കേറ്റേണ്ട കുറെ സാധനങ്ങൾ തപ്പി നടക്കും. കുറെ സമയം ആ വഴിക്ക് പോകും. പിന്നെ കൊണ്ടുവന്ന ഡ്രസ്സ് അയൺ ചെയ്യണം. എന്നിട്ട് ചിന്തിക്കും ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇനി എന്താണെന്ന് മുന്നോട്ട് ചിന്തിക്കുന്നതിന് പകരം പിന്നിലേക്ക് ഇത് ചിന്തിച്ചു വെച്ചിരുന്നെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഷെഡ്യൂൾ ആയിട്ടുണ്ടാവും. യാത്ര ചെന്ന് തീരുന്ന സമയം ഒരുപക്ഷെ രാവിലെ 10 മണിക്കാണ് ആലുവയിൽ എത്തേണ്ടത് എന്ന് സാറ് തീരുമാനിച്ചാൽ 10 മണിക്ക് ആലുവയിൽ എത്താൻ ഞാൻ എപ്പോൾ യാത്ര തുടങ്ങണം എന്ന് ചിന്തിക്കും. ഹലോ? 10 മണിക്ക് ഞാൻ ഓഫീസിൽ ചെല്ലണമെങ്കിൽ ഞാൻ എത്ര മണിക്ക് യാത്ര ചെയ്ത് തുടങ്ങണമെന്ന് ചിന്തിക്കും. എത്ര മണിക്ക് യാത്ര ചെയ്ത് തുടങ്ങണമെങ്കിൽ ഞാൻ അതിനു മുമ്പ് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കും. ഒരുപക്ഷെ ബാഗ് ഷെഡ്യൂൾ ചെയ്യുന്നതോ, കൊണ്ടുപോകേണ്ട പേപ്പറുകളോ കാര്യങ്ങളോ എടുക്കുന്നതിനോട് ബന്ധപ്പെട്ട് അതിന് എത്ര സമയം എടുക്കുമെന്ന് ചിന്തിക്കും. അതിനുശേഷം നമ്മൾ ഡ്രസ്സ് തേക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. അതിനുശേഷം കൊണ്ടുപോകേണ്ട ബാഗിനകത്ത് കൊണ്ടുപോകേണ്ട ചെറിയ ചെറിയ സാധനങ്ങൾ. നമുക്കറിയാം ഒരു യാത്രയിൽ നമ്മൾ സാധാരണ കൊണ്ടുപോകാത്ത അല്ലെങ്കിൽ മറ്റുള്ള യാത്രകളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇന്നത്തെ കാലത്ത് ഒരു ഡാറ്റ കേബിൾ അല്ലെങ്കിൽ ഒരു ഫോണിന്റെ ചാർജർ മറന്നുപോയാൽ കംപ്ലീറ്റ് ദിവസവും പോയി തീരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ ഫോൺ പലപ്പോഴും എടുത്തോണ്ട് ഇറങ്ങുന്ന ആളുകൾ പലപ്പോഴും പറയും, "അയ്യോ! എന്റെ ചാർജർ ഞാൻ എടുത്തില്ല." അറിഞ്ഞോ അറിയാതെയോ ഈ ചാർജറിൽ ഫോൺ കുത്തിയിട്ടതിന് ശേഷം സ്വിച്ച് ഓൺ ആക്കാൻ മറന്നുപോയ ദിവസങ്ങളും ഉണ്ടാവും. അല്ലേ? രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇന്നലെ രാത്രിയിൽ കണ്ട 3% തന്നെ ബാറ്ററി നിൽക്കുന്നു. അന്നത്തെ ഒരു യാത്ര മുടങ്ങാൻ വേറെ കാര്യങ്ങളൊന്നും വേണ്ട. സോ ഓരോ കാര്യങ്ങളും റിവേഴ്സ് തിങ്കിങ് ചെയ്യുമ്പോൾ ഇതിനെല്ലാത്തിനും ഉള്ളൊരു ടൈം ഷെഡ്യൂൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ ആ 10 മണിക്ക് ആലുവയിൽ ചെല്ലേണ്ട സമയത്തിൽ നിന്നും പിന്നിലേക്ക് കടന്ന് എത്ര മണിക്ക് ഉറങ്ങാൻ കിടക്കണം? എത്ര മണിക്ക് ഞാൻ എഴുന്നേൽക്കണം? ഇത് പുറകിലേക്ക് ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചു വരുമ്പോൾ ഇന്ന് ഈ രാവിലെ 6:15 ശേഷം സാർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് വരെ എത്താൻ കഴിയും. ഈ റിവേഴ്സ് ഷെഡ്യൂളിംഗ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നാളെ രാവിലെ 10 മണിക്ക് മമ്മൂട്ടി സാറിന് വയനാട്ടിൽ നിന്ന് എത്താൻ കഴിയും. ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ മറ്റേത് കാര്യത്തിലും പരീക്ഷിച്ച് നോക്കൂ. ഇത് വർക്കൗട്ട് ആവും. എന്തിനാണ് ഒരു ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗിനെ കുറിച്ച് പറയുമ്പോൾ ഇത്തരത്തിലൊരു ആശയം ഇവിടെ സംസാരിക്കേണ്ടി വരുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ബിസിനസ്സിലാണെങ്കിലും മാർക്കറ്റിംഗിനാണെങ്കിലും ഇത്തരം ഒരു റിവേഴ്സ് ഷെഡ്യൂൾ നമുക്കില്ലാത്തതിന്റെ പോരായ്മകൾ നമുക്കുണ്ട്. പലപ്പോഴും നിങ്ങൾ പലപ്പോഴും പലയിടത്തും പല പ്രോഗ്രാമിലും കണ്ടിട്ടുണ്ടാകും. 10 മണിക്ക് ഷെഡ്യൂൾ ചെയ്യുന്ന പ്രോഗ്രാം 10:30, 11 മണി കഴിഞ്ഞാലും തുടങ്ങാറില്ല. ഹലോ? 10 മണിക്ക് ഷെഡ്യൂൾ ചെയ്ത പല പ്രോഗ്രാമുകളും 10:30ക്കും 11നും തുടങ്ങാത്ത ചില സംവിധാനങ്ങളുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായി കൃത്യമായിട്ട് ഇതിപ്പോ നമുക്കറിയാം. കൃത്യം 6:15ന് നമ്മുടെ സൂം ഓപ്പൺ ആയാൽ
5 മിനിറ്റിന് ശേഷം 6:20 ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ആവും. നിങ്ങളുടെ സമയത്തെ വിലമതിക്കുന്നു എന്നതിനേക്കാൾ വലിയൊരു സമ്മാനം നിങ്ങൾക്ക് രാവിലെ തരാനില്ല. നമുക്കറിയാം ഇന്ന് പലരും നമ്മുടെ മീറ്റിംഗിന് വന്നപ്പോൾ നമ്മൾ പലരെയും കണ്ടു. നിങ്ങളൊക്കെ ഒരുപാട് ശ്രമം ചെയ്തിട്ടാണ് രാവിലത്തെ ഈ സമയം നിങ്ങൾ മാറ്റിവെക്കുന്നത്. അതിന് നിങ്ങളെ ഒരുപാട് അഭിനന്ദിക്കുന്നു. ഒരുപക്ഷെ കുട്ടികളെ സ്കൂളിൽ വിടേണ്ട സമയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ആവശ്യങ്ങൾക്ക് പോകേണ്ട സമയമായിരിക്കാം. മാതാപിതാക്കളുള്ള വീടുകളാണെങ്കിൽ അവിടെ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടായിരിക്കാം. ഇതെല്ലാം നിങ്ങൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്തിട്ട് ഈ സമയത്തേക്ക് വരുമ്പോൾ ഈ സമയത്തെ നമ്മൾ വിലമതിക്കുന്നു. എന്നാൽ ഈ ഒരു അരമണിക്കൂർ മാറ്റിവെക്കുവാൻ ഞങ്ങളെപ്പോലുള്ള ഓരോരുത്തരും ഇതുപോലെ റിവേഴ്സ് ഷെഡ്യൂൾ ചെയ്യുന്നോണ്ടാണ് ഈ സമയത്ത് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്നത്. ഇതുപോലുള്ള ആശയങ്ങൾ നിങ്ങളുമായിട്ട് സംവദിക്കണമെങ്കിൽ അതിന് കൃത്യമായ തയ്യാറാകൽ ആവശ്യമാണ്. ഇത് രാവിലെ 6:15 സംഭവിക്കുന്നതല്ല. മറിച്ച് അതിനു മുമ്പ് കൃത്യമായിട്ട് നമുക്കൊരു മോഡ്യൂൾ ഉണ്ട്. അതനുസരിച്ച് നമുക്ക് ഈ ട്രെയിനിങ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഷെഡ്യൂളിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. മാർക്കറ്റിംഗിൽ ഇതെവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഓരോ വ്യക്തികളെ ഒരു പുതിയ വ്യക്തിയിലേക്ക് നമ്മുടെ ഒരു പുതിയ ആശയം എത്തിക്കണം. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിനോട് ബന്ധപ്പെട്ട മനോഹരമായ ഒരു പ്രോഡക്റ്റ് നമുക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ തയ്യാറായിരിക്കുന്ന അതിനെ നമ്മൾ മറ്റുള്ള ഒരാളിലേക്ക് എത്തിക്കാൻ ചെല്ലുമ്പോൾ, അയാളെ എപ്പോൾ കാണണം, ഏത് രീതിയിൽ അയാളെ ചെന്നാൽ അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനോട് ഏത് വിഷയം സംസാരിച്ചാൽ ക്ലിയർ ആവും എന്നത് റിവേഴ്സ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. പലപ്പോഴും ചില ആൾക്ക് പറ്റുന്ന എന്തായിരിക്കാം, വിളിച്ചു പറഞ്ഞ ആളെ വീട്ടിൽ ചെന്ന് കാണുമ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പോയിട്ടുണ്ടാകും. ഹലോ. നമ്മൾ പറഞ്ഞ വ്യക്തിയെ വീട്ടിൽ പോയി കാണാനോ, അല്ലെങ്കിൽ ഒരു ഓഫീസിലോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് കാണാം എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ എത്തിപ്പെടുമ്പോഴേക്കും ആ വ്യക്തി വെയിറ്റ് ചെയ്തിട്ട് ഒരുപക്ഷെ 10ഓ 15ഓ മിനിറ്റിന്റെ ഗ്യാപ്പിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് പോയിട്ടുണ്ടാവും. വിളിക്കുമ്പോൾ നമ്മളോട് പറയും, "അയ്യോ സാറേ നമുക്ക് നാളെ കാണാം. ഇന്ന് ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു. സാർ പറഞ്ഞ സമയത്തിന് എത്താഞ്ഞതുകൊണ്ട് ഞാൻ പോയി." ഈ സമയം തെറ്റാൻ ഒരുപക്ഷെ ബസ് ഒരു കാരണമാകാം. നമ്മുടെ ഷെഡ്യൂൾ ഒരു കാരണമാകാം. സാഹചര്യമാണ് ഞാൻ പറയുന്നത്. ചില ബ്ലോക്കുകൾ വന്നാൽ ചിലപ്പോൾ നമുക്കത് പരിഹരിക്കപ്പെടാൻ കഴിയില്ല. പക്ഷേ റിവേഴ്സ് തിങ്കിങ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, റിവേഴ്സ്ലി ഷെഡ്യൂൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ ബ്ലോക്ക് മുന്നമേ കാണാൻ കഴിയും. ഹലോ. ആ ബ്ലോക്ക് മുന്നമേ കാണാൻ കഴിയും. യാത്ര ചെയ്യുന്ന നമുക്കറിയാം, എറണാകുളത്ത് നിന്നും ഒരിടത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഇന്ന് സാധാരണ 5 മിനിറ്റ് ദൂരത്തിന് 50 മിനിറ്റിന്റെ ബ്ലോക്ക് ഉണ്ടാവും. അത് കണക്കുകൂട്ടി ഒരു വ്യക്തി ശരാശരി 55 മിനിറ്റ് അല്ലെങ്കിൽ 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ മുമ്പേ യാത്ര പുറപ്പെട്ടെങ്കിലേ എറണാകുളത്തെ റോഡിലൂടെ കാര്യങ്ങൾ വർക്കൗട്ട് ആവുകയുള്ളൂ. ഇതിൽ നിന്നും വ്യത്യസ്തമാണ് മറ്റുള്ള സ്ഥലങ്ങളിൽ. കാരണം അവിടെ എന്താണ്? അവിടെ റോഡുകളിൽ അത്രയും ബ്ലോക്ക് ഇല്ല. ഒരുപക്ഷെ കാര്യങ്ങൾ വേഗത്തിൽ നടന്നേക്കാം. സോ നമ്മൾ ഓരോ യാത്രകൾ തീരുമാനിക്കുമ്പോഴും അതിന്റെ ഷെഡ്യൂളിംഗ് കറക്റ്റ് ആകണമെങ്കിൽ ഇത് മുന്നമേ ചെയ്യാൻ കഴിയുമായിരുന്നു. നമ്മൾ കണ്ടുമുട്ടേണ്ട ആ വ്യക്തിയെ കാണേണ്ടതിന് എന്തൊക്കെ നമുക്ക് ആവശ്യമുണ്ട്? ആ വ്യക്തിയുടെ അടുത്ത് ഏത് രീതിയിൽ സംസാരിക്കണം? എന്തൊക്കെ ടൂൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഒരു ഷെഡ്യൂളിംഗ് കറക്റ്റ് ആയിരിക്കണം. നമുക്കറിയാം ഒരു വ്യക്തിയെ കാണുമ്പോ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ ഒരു പുതിയ ആശയമാണ്. ഒരു ആപ്പിലൂടെ നമുക്ക് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുക, പഠിക്കാൻ കഴിയുക. ഒരു പുതിയ കുട്ടിയിലേക്ക് ഇത് കൊടുക്കാൻ കഴിയണമെങ്കിൽ അതിനെ അത് ഉൾക്കൊള്ളണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ അവരോട് പറയാൻ കഴിയണം. അങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമ്മൾക്ക് ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം ഉണ്ടായിരിക്കണം നമ്മുടെ ലൈഫില്. വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തുന്ന ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടില്ലേ? അവരുടെ കൃത്യമായ ഒരു നോട്ട് അവര് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അവർക്ക് പരിചയക്കുറവ് കൊണ്ടാണ്? അല്ല. കൃത്യമായ ഷെഡ്യൂളിംഗിൽ ആ പ്രോഗ്രാം തീരേണ്ടതാണെങ്കിൽ 15 മിനിറ്റോ 20 മിനിറ്റിലോ തീരേണ്ട ഒരു ഷെഡ്യൂൾ ആണെങ്കിൽ അതിന് കൃത്യമായ ഒരു രൂപരേഖ അവർ മുന്നമേ തയ്യാറാക്കും. മനോഹരമായ ഒരു ബിൽഡിംഗ് പണിതെടുക്കണമെങ്കിൽ അതിനൊരു ബ്ലൂ പ്രിന്റ് ആവശ്യമാണ്. കൃത്യമായ ബ്ലൂ പ്രിന്റ് അനുസരിച്ച് പണിയുന്ന ഒരു ബിൽഡിംഗ് മാത്രമേ വർഷങ്ങളോളം, കാലാകാലങ്ങളോളം അത് നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ ലൈഫിലും ഇത്തരം ഓട്ടോമേറ്റഡ് ആയി മാറുന്ന സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ലൈഫിലെ ആശയങ്ങളെ മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ തയ്യാറാകും. നമ്മൾ കൊടുക്കുന്ന ഏത് കാര്യത്തെയും ഉൾക്കൊള്ളാൻ തയ്യാറാകും. ഇനി ഈ പറഞ്ഞ കാര്യം നിങ്ങൾ നോട്ട് ചെയ്തെങ്കിൽ അടുത്തത് ഇതാണ്: ഓർഗനൈസ് യുവർ ബാഗ്. ഓട്ടോമേറ്റഡ് ആകേണ്ട, ജീവിതത്തിൽ ഓട്ടോമേറ്റഡ് ആകേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ബാഗ് നന്നായി ഓർഗനൈസ് ചെയ്യുക എന്നത്. ഒഫീഷ്യൽ ബാഗ് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ കാണാൻ പോകുമ്പോൾ നിങ്ങളുടെ ഓരോ ടൂളുകളും അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിന് കൃത്യമായി നമ്മുടെ ബാഗ് ഓർഗനൈസ് ചെയ്തിരിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന പെൻ, ഡയറി, പേപ്പർ, ബ്രോഷർ തുടങ്ങിയവയെല്ലാം തന്നെ ഒരു ക്ലയന്റിന് മുമ്പിൽ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു. ഹലോ. ഇത് ടെക്നോളജിയുടെ കാലമാണ്. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റും ടെക്നോളജിക്കൽ പ്രൊഡക്റ്റ് ആണ്. നമ്മളിത് കൊടുക്കുവാൻ പഴയ A4 ഷീറ്റ് വലിച്ചു കീറി മുന്നോട്ട് വെച്ച് കരകുരാന്ന് കുറെ വരയും ഇട്ട് കുറെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിലല്ല. അതിന് കൃത്യമായ ഒരു ഷെഡ്യൂൾ ഉപയോഗിക്കുക. നമ്മൾ എഴുതി കാണിക്കുന്നതിന് പകരം സാധ്യമാകുമെങ്കിൽ ഇന്നത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു ടാബ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. വലിയ വില കൊടുക്കാത്ത രീതിയിൽ ഒരു ടാബ് നിങ്ങൾക്ക് 10 ഇഞ്ചിന്റെ ഒരു ടാബ് ഉപയോഗിച്ച് നമ്മുടെ പ്ലാൻ പറയുകയാണെങ്കിൽ അത് ടെക്നോളജിയിൽ നമ്മൾ അപ്ഡേറ്റഡ് ആണെന്ന് ഒരു മെസ്സേജ് നമ്മുടെ എതിരിരിക്കുന്ന ആൾക്ക് കൊടുക്കാൻ കഴിയുന്നു.
നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ടൂളുകളും ഒരുപക്ഷെ നമ്മുടെ ബ്രോഷേഴ്സുകളുടെ സോഫ്റ്റ് കോപ്പി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്രത്തോളം മുമ്പിലാണെന്ന് അവരുടെ മുമ്പിലേക്ക് ഒരു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ബാഗ്, കോടിക്കണക്കിന് രൂപയും ലക്ഷക്കണക്കിന് രൂപയും വരുമാനം ഉണ്ടാക്കാൻ പോകുന്നതിന്റെ ബാഗ് കണ്ടാൽ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകരുത്. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ബാഗുകൾ ഓരോ ദിവസവും യാത്ര ചെയ്യുമ്പോൾ അത് മുഷിയുന്നുണ്ടാകാം, അല്ലെങ്കിൽ അതിന്റെ സ്റ്റിച്ച് ഇളകിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിന്റെ സിബ് പോയിട്ടുണ്ടാകാം. വലിച്ചു കീറിയിട്ടേക്കുന്ന ഒരു സിബിനകത്ത് നിന്നും ബാഗ് തുറന്ന് ഒരു ആശയം എടുത്ത് കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ആശയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആളുകൾ സ്വീകരിക്കുകയോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. നമ്മളൊരു കാര്യത്തെ ഏറ്റവും ബെസ്റ്റായി ഗാർണിഷിംഗ് എന്നാണ് അതിന് പറയുക. ഏറ്റവും ഭംഗിയായി നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ തയ്യാറാകും. ഒരുപക്ഷെ മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഈ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ചില രൂപങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹലോ, ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന ചില രൂപങ്ങൾ കണ്ടിട്ടുണ്ടാവും. എത്ര കിലോ പച്ചക്കറിയും ഫ്രൂട്ട്സും ഉപയോഗിച്ചാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതവിടെ വെക്കേണ്ട ആവശ്യമുണ്ട്? ഒരു പ്രോഗ്രാമില്ല. ആ ഇവന്റിനെ ഏറ്റവും മനോഹരമാക്കുന്ന ഫസ്റ്റ് ഇംപ്രഷനാണ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഒരു മാരേജ് ഫംഗ്ഷൻ, ഞാൻ മാരേജ് ഫംഗ്ഷൻ പറഞ്ഞെന്നേ ഉള്ളൂ. മറ്റേത് ഫംഗ്ഷൻ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാം. ഈ ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ഈ ഒരു സാധനം ഒരുപക്ഷെ ആ ഹാളിലെ ആദ്യത്തെ പണി മുതൽ അവര് സ്റ്റാർട്ട് ചെയ്തതായിരിക്കാം. മറ്റുള്ള വർക്കുകൾ നടക്കുന്നതിനൊപ്പം തന്നെ ഇതിനെ കാര്യക്ഷമമായിട്ട് തയ്യാറാക്കുക. നല്ല സമയമെടുത്ത് ശ്രമകരമായിട്ടാണ് ഒരുപക്ഷെ അരയന്നമോ മയിലോ അല്ലെങ്കിൽ മറ്റു ജീവികളൊക്കെ ആയിട്ട് ഷേപ്പ് ചെയ്ത് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഗാർണിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് കണ്ടിട്ട് ആ ഒരു എസ്റ്റീം ഫീലോട് കൂടിയാണ് നമ്മൾ ആ ഹോളിലേക്ക് കയറുക. സോ ഫസ്റ്റ് ഒരുപക്ഷെ ഇത് കാണുമ്പോൾ ആദ്യം അന്വേഷിക്കുക, ഈ ഇവന്റ് ആരാണ് കോർഡിനേറ്റ് ചെയ്യുന്നതെന്ന് ചിന്തിക്കും. ഒരുപക്ഷെ ഈ കാണുന്ന വ്യക്തിക്ക് ഒരു മകളോ മകനോ ഉണ്ടെങ്കിൽ, കല്യാണപ്രായമായി എത്തി നിൽക്കുന്ന മക്കളാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരൊറ്റ കാര്യം ആ ഇവന്റുകാർക്ക് ഒരു പുതിയ ഓർഡറിന് ഇടയാക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ബിസിനസ്സും ഇതുപോലെ മറ്റൊരാളിലേക്ക് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ബാഗുകൾ, നമ്മുടെ ടൂളുകൾ, അതിലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഒരുപക്ഷെ നമ്മുടെ ബിസിനസ്സിനെ ഏറ്റെടുക്കുവാൻ നമ്മളുടെ അവരോടുള്ള ഇടപെടലിനോടൊപ്പം തന്നെ അവർ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളാണിത്. ഇനി പേഴ്സണലി ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ മുമ്പിലേക്ക് ആദ്യമായി വരുന്ന ഒരാളിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് എന്താണ്? ഹലോ, ഒരിക്കലും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അല്ല. കാരണം ആറ്റിറ്റ്യൂഡ് പിന്നാലെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഫസ്റ്റ് അവരുടെ ഡ്രസ്സിംഗ് കോഡ് ആയിരിക്കും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളെ ഒരുക്കിയിരിക്കുന്ന വിധം ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. മുടിയിൽ കുത്തിയിരിക്കുന്ന സ്ലൈഡ്, കാതിൽ കിടക്കുന്ന കമ്മല്, കണ്ണട തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ശ്രദ്ധിക്കാം. ആണുങ്ങളും ഇക്കാര്യത്തിൽ മോശമൊന്നുമല്ല കേട്ടോ. നമ്മൾ നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യുന്ന രീതി നോക്കിയിട്ടാണ് അയാൾ കൊണ്ടുവരുന്ന ആശയത്തെ ഉൾക്കൊള്ളണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നത്. ഞാനിത് വിശദമായിട്ട് പറഞ്ഞതിന്റെ കാരണം, നമ്മളുടെ കാര്യത്തിൽ ഇതൊരു ഓട്ടോമേറ്റഡ് ആണെങ്കിൽ, ഒരു റൂട്ടീൻ ആണെങ്കിൽ ഇതിനു വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഓരോ ദിവസത്തേക്കും കൃത്യമായ ഒരു പ്ലാൻ അനുസരിച്ച് നമ്മളെ ഒരുക്കിയെടുക്കുന്ന നമ്മളുടെ ബാഗും, നമ്മുടെ ഷെഡ്യൂളും, ഓരോ ദിവസത്തെ അലാം സെറ്റ് ചെയ്യുന്ന ഈ 3 കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ലൈഫിലെ ഒരു 50% കാര്യങ്ങൾ ഓട്ടോമേറ്റഡ് ആയി എന്ന് പറയാൻ കഴിയും. ലൈഫിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പലർക്കും ഭയങ്കര മടിയാണ്. കാരണം എന്താണ്? നമ്മൾ മലയാളികളുടെ പ്രത്യേകത, ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ ചെയ്താൽ പിറ്റേ ദിവസം അതിനൊരു റെസ്റ്റ് വേണം. ഓക്കെ. ഈ ആന പണ്ട് തഴി പിടിക്കാൻ പോകുന്ന പോലെ, ഉത്സവത്തിന് പോകുന്ന പോലെയാണ്. അതിന് പിന്നെ സുഖചികിത്സയ്ക്ക് കുറച്ച് നാൾ വിട്ടില്ലെങ്കിൽ എന്തോ പ്രയാസം പോലെയാ. എന്നതുപോലെ നമ്മൾ ഒരു പുതിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആ എഫോർട്ടിന്റെ അച്ചീവ്മെന്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒരു ദിവസം നമ്മൾ വെറുതെ തള്ളി നീക്കും. എന്നാൽ ബുദ്ധിയുള്ള നമ്മുടെ ബിസിനസ്സിനെ ഏറ്റെടുത്തിരിക്കുന്ന നിങ്ങളിൽ പലരും അങ്ങനെയല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓരോ ദിവസവും കൃത്യമായ ഷെഡ്യൂൾ വെച്ച് മാത്രം മുന്നോട്ട് പോയാൽ വിജയിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതിന് ശ്രമകരമായിട്ട് അല്ലെങ്കിൽ കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണ്. വളരെ ശ്രമകരമാണ്. നമുക്കൊരു റൂട്ടീൻ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ ഓരോ ദിവസത്തിന്റെയും ഭാഗമാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, പല്ല് തേക്കാൻ ബ്രഷ് തപ്പി നടക്കുന്ന ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് ബ്രഷ് തപ്പിക്കൊണ്ട് നിങ്ങൾ ആരെങ്കിലും നടക്കാറുണ്ടോ? ഒരു ഒരു കാലത്തിറങ്ങിയ സിനിമ ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറഞ്ഞ് കലാഭവൻ മണിയുടെ ഒരു സിനിമ ഒരിക്കൽ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിന് കണ്ണ് കാണാത്തതായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. ആ സിനിമയിൽ പറയുന്നൊരു കാര്യമുണ്ട്. "ഞാൻ ഇവിടെ വെച്ചിരുന്ന വസ്തു എടുത്ത് നിങ്ങൾ ആരെങ്കിലും മാറ്റിയോ? തലമുടി ചീകുന്ന ചീപ്പ് നിങ്ങൾ മാറ്റരുത്. അതിനൊരു പൊസിഷൻ ഉണ്ട്." ഒരർത്ഥത്തിൽ നമ്മളൊക്കെ അന്ധരാണ്. കാരണം നമ്മുടെ പ്ലേസിംഗ്, പൊസിഷനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഒരു ദിവസത്തിൽ കൈയെത്തി എടുക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം, പലപ്പോഴും ബെഡിൽ കിടക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ കൈയെത്തി എടുക്കാവുന്ന ദൂരത്തിലാണ് മൊബൈൽ ഫോൺ വെക്കുക. എന്നാൽ ബുദ്ധിയുള്ള ആളുകൾ പറയും ഒരിക്കലും അങ്ങനെ വെക്കരുതെന്ന്. പറ്റിയാൽ
2 മീറ്റർ ദൂരെയെങ്കിലും വെക്കാൻ പറയും. എന്താണ് കാര്യം? ഒരു അലാർം അടിക്കുമ്പോൾ ബെഡിൽ കിടന്നുകൊണ്ട് സ്നൂസ് അലാറം സെറ്റ് ചെയ്യുന്ന മഹാന്മാരാണ് നമ്മൾ പലരും. ഒന്നിൽ കൂടുതൽ അലാറം വെച്ചിട്ട് ആദ്യ അലാറത്തിൽ ഉണർന്നാൽ പോലും ഇനിയും കുറച്ചു നേരം കൂടി കിടക്കാം എന്ന ആഗ്രഹത്തോടു കൂടി 4ഉം 5ഉം അലാറം സെറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെയുണ്ട്. എന്നാൽ ബുദ്ധിയുള്ളവർ പറയുക, നമ്മൾ ഉണർന്നെഴുന്നേൽക്കാൻ ഒരു അലാം മതി. ബാക്കി അലാം നമ്മളുടെ ശരീരത്തെ ദോഷമായിട്ട് ബാധിക്കും. കാരണം പെട്ടെന്ന് നമ്മുടെ തലയിലേക്ക് കൊടുക്കുന്ന ആ സിഗ്നല് പലപ്പോഴും നമ്മുടെ ബ്ലഡ് പ്രഷർ കൂട്ടിയേക്കാം, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ തന്നെ മാറ്റിയേക്കാം. ഒരു അലാം സെറ്റ് ചെയ്ത് പഠിക്കുക. ഈ ഫോൺ എടുക്കാൻ പറ്റാത്ത ദൂരത്തിൽ വെക്കണം. കാരണം എന്താ? നമുക്ക് സോമനാംബുലിസത്തിന്റെ അസുഖമൊന്നും ഇല്ലല്ലോ. രാവിലെ ബെഡിൽ നിന്നും തന്നെ എഴുന്നേറ്റ് നടക്കുന്ന ശീലം നമുക്കില്ല. അല്ലേ? നമ്മള് ബെഡിൽ നിന്നും ഫോൺ എടുക്കാൻ എഴുന്നേറ്റ് നടന്ന് ആ ഫോൺ പോയി ഓഫ് ചെയ്യുന്നതോടുകൂടി നമ്മൾ കോൺഷ്യസിലേക്ക് വരുന്നു. പിന്നെ നമ്മൾ കിടക്കാൻ നിക്കില്ല. ഇത് ബെഡിൽ കിടന്നുകൊണ്ട് എടുത്ത് നോക്കുന്നു, കട്ട് ചെയ്യുന്നു, വെക്കുന്നു. ഇങ്ങനെ ഒരു 4, 5 തവണ ചെയ്ത് കഴിയുമ്പോൾ 5:30ക്ക് എഴുന്നേൽക്കേണ്ട നമ്മൾ 6 മണിക്കേ എഴുന്നേൽക്കുള്ളൂ. കാരണം 5 അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ 5 മിനിറ്റ് ഇടവിട്ട്. ഈ രീതി മാറ്റുക. ഒറ്റ അലാം നമ്മുടെ ഉള്ളിൽ സെറ്റ് ചെയ്താൽ ഞാൻ നേരത്തെ പറഞ്ഞു ലൈഫ് ഓട്ടോമേറ്റഡ് ആക്കാൻ കഴിയും. പുതിയ ശീലങ്ങൾ നമ്മളെ നല്ല ഒരു തലത്തിലേക്ക് ഒരുക്കുക തന്നെ ചെയ്യും. ആ ഓട്ടോമേഷൻ നമുക്ക് നമ്മുടെ ഫോണിൽ അലാം സെറ്റ് ചെയ്യാതെ ഞാൻ ആദ്യമേ പറഞ്ഞു സജീവമാണോ എഴുന്നേൽക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഒരു അലാം സെറ്റ് ചെയ്യാതെ തന്നെ എഴുന്നേൽക്കാൻ കഴിയും. എന്ന് വെച്ച് ചില വലിയ യാത്രകൾ ഇപ്പൊ ഇന്നലെ രാത്രി ഞങ്ങളുടെ ചില മീറ്റിംഗ്സും കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് ലേറ്റ് ആയി. 2 മണിക്കാണ് ഞങ്ങൾ കിടക്കുന്നത്. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ആ സമയത്ത് അലാം വേണം കേട്ടോ. ഇന്നലെ ഡോൺ സാറ് വിളിച്ചിട്ട് പറഞ്ഞു, "ഇനി അലാം സെറ്റ് ചെയ്യണ്ട. അതുകൊണ്ട് ഞങ്ങൾ നാളെ രാവിലെ തൊട്ട് എഴുന്നേൽക്കാൻ ഇനി മൊബൈലിൽ അലാം വെക്കുന്നില്ല" എന്ന് പറയരുത്. അലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ നമ്മളെ ഓട്ടോമേറ്റഡ് ആക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാൻ കഴിയും. ബാഗ് ഓർഗനൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അതുപോലെ നമ്മുടെ ദിവസത്തെ റിവേഴ്സ് തിങ്കിങ്ങിൽ ഷെഡ്യൂൾ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ആൻഡ് നമ്മളിപ്പോ പറഞ്ഞ അലാം സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി എസൻഷ്യൽ ഓട്ടോമേഷൻ ആണ്. എസൻഷ്യൽ ഓട്ടോമേഷൻ. എന്താണ് എസൻഷ്യൽ ഓട്ടോമേഷൻ? നമുക്ക് ഓരോ ദിവസവും ആവശ്യമുള്ള സാധനങ്ങളെ കൃത്യമായി നമ്മൾ ഓർഗനൈസ് ചെയ്യണം. നമുക്ക് ഓരോ ദിവസവും ആവശ്യമുള്ള കാര്യങ്ങളെ കൃത്യമായി ഓർഗനൈസ് ചെയ്യണം. നമ്മൾ പലപ്പോഴും ഇന്ന് ഈ ബിസിനസ്സിനോട് ബന്ധപ്പെട്ടല്ല കേട്ടോ. ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുള്ള ബിസിനസ്സിനോട് ബന്ധപ്പെട്ട് ഞാനൊന്ന് പറയുന്നു. ഒരുപക്ഷേ ഈ ഇൻഷുറൻസ് പോലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ഒരു ദിവസം 6ഓ 7ഓ പുതിയ പോളിസികൾ അവർക്ക് വരുന്നുണ്ടാകാം. അതിനോട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന കുറെ ചാർട്ടുകൾ ഉണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ബ്രോഷറുകൾ, ചില നോട്ടീസുകൾ ഇവർക്ക് കിട്ടിയേക്കാം. വലിയ കാര്യമായിട്ട് ഒരാളെ പോയി കണ്ടു. സംസാരിച്ചിട്ട് ബാഗിലേക്ക് കൈയിട്ടു. "സാർ അതിനെക്കുറിച്ച് പറഞ്ഞ നോട്ടീസ് ഞാൻ തരാമെന്ന്" പറഞ്ഞ് കൈയിടുന്നു. ജീവൻ രേഖയ്ക്ക് പകരം ജീവൻ ജ്യോതിയായിരിക്കും കിട്ടുന്നത്. പ്രായമുള്ള മാതാപിതാക്കൾക്കുള്ള ഇൻഷുറൻസിന് പകരം 18 വയസ്സുള്ള കുട്ടിക്ക് കൊടുക്കേണ്ട ലോങ് ടേം പോളിസിയുടെ പേപ്പറായിരിക്കും കയ്യിൽ കിട്ടുന്നത്. എന്ത് പറ്റും? അവിടെ അത് പാളി. ഇനി അവരോട് എത്ര പറഞ്ഞാലും അവരുടെ മൈൻഡിലേക്ക് ഈ കാണിച്ച ഒരു ഇംപ്രഷൻ ആയിരിക്കും അവരെ നെഗറ്റീവായിട്ട് ബാധിക്കുക. ഞാൻ പറഞ്ഞത് എസൻഷ്യൽ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കാവശ്യമുള്ള എല്ലാം നമ്മുടെ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങാൻ. ഞാനിതൊക്കെ പറഞ്ഞാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഇതൊക്കെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. ട്രെയിനിൽ കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും പാട്ട് കേട്ട് യാത്ര ചെയ്യുന്ന ഒരു ശീലം എനിക്കുണ്ട്. പലപ്പോഴും ചിലപ്പോഴൊക്കെ പറ്റിയിട്ടുള്ളൊരു കാര്യവും ബാഗ് തുറക്കുമ്പോൾ ഹെഡ്സെറ്റ് വീട്ടിലെ അലമാരയിൽ അല്ലെങ്കിൽ മേശപ്പുറത്ത് ഇരിക്കുന്ന കാര്യം പെട്ടെന്ന് ഓർമ്മ വരും. പിന്നെ ട്രെയിനിനകത്തെ യാത്ര ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ കയ്യിലെ പ്രൊമോഷണൽ ടൂളുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സോഫ്റ്റ് കോപ്പി ആണെങ്കിൽ നിങ്ങൾക്കൊരു ടാബോ മൊബൈലോ ഉപയോഗിച്ച് നിങ്ങൾക്ക് സംസാരിക്കാം. ഇനി അവിടെ ഞാൻ നേരത്തെ ടാബിനെ എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ്? മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ സൈസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. 6 ഇഞ്ച് ഫോണിനകത്ത് ഒരു ആശയത്തെ കാണിക്കുമ്പോൾ അതിൽ ഇംപ്രസീവ് ആവില്ല. ഈ ഇന്നത്തെ കാലത്ത് ഇ പേപ്പറിന്റെ കാലമാണ് അല്ലേ? മനോരമയുടെയൊക്കെ മലയാള മനോരമ പോലുള്ള പേപ്പറുകള് സോഫ്റ്റ് കോപ്പി നമുക്ക് വായിക്കാൻ എളുപ്പമാണ്. പക്ഷേ രാവിലെ നമ്മുടെ വീട്ടിലേക്ക് ഗേറ്റിന്റെ മേലേക്കൂടി നമ്മുടെ തലയും തകർത്തുകൊണ്ട് ഒരു പത്രം വന്ന് വീഴാറുണ്ട്. ഈ പത്രം രാവിലെ പോയി ഉമ്മറത്തിരുന്ന് ഒരു ഗ്ലാസ് ചായയോട് കൂടി എടുത്ത് വെച്ച് വായിക്കുമ്പോൾ കിട്ടുന്ന മലയാളിയുടെ ഒരു അഭിമാന നിമിഷം വ്യത്യസ്തമാണ്. അതൊരിക്കലും ഈ പേപ്പർ വായിച്ചാൽ കിട്ടില്ല. കാരണം എന്താണ്? ഈ പേപ്പറിന്റെ വലിപ്പം ഒരു 6 ഇഞ്ചിലേക്കോ 10 ഇഞ്ചിലേക്കോ ചുരുങ്ങുന്നു. പക്ഷേ പേപ്പറിന്റെ വലിപ്പം അന്നും ഇന്നും മാറിയിട്ടില്ല. ഇതിനാരെങ്കിലും ഒരു കണക്ക് വെച്ചതാണോ? നമുക്കറിയില്ല. 4ആയി മടക്കി തലയുടെ മുകളിലേക്ക് എറിഞ്ഞു പിടിപ്പിക്കുന്ന ഈ ഒരു പത്രം നമ്മൾ രാവിലെ എടുത്ത് വാർത്തകൾ വായിക്കുമ്പോൾ കൃത്യമായ വലിപ്പമുള്ള അക്ഷരത്തിൽ കാര്യങ്ങളെ കാണുന്നത് നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെടും. 6 ഇഞ്ച് ഫോണിൽ നമ്മുടെ ബ്രോഷർ തുറന്നു വെച്ചാൽ വലിപ്പത്തിൽ കാണില്ല. കൈയിട്ട് വലുതാക്കിയിട്ട് കാര്യമില്ല.
അവിടെ ഒരു 10 ഇഞ്ചിന്റെ ടാബ് 8,000 രൂപ മുതലുള്ള ടാബുകൾ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരു ടാബ് വാങ്ങി ഇതിലേക്ക് ഈ സോഫ്റ്റ് കോപ്പി ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഒരിക്കലും എക്സ്പയറി ആകാത്തതുപോലെ തന്നെ ഡിജിറ്റൽ പ്രൊമോഷൻ ടൂളുകളും ഒരിക്കലും എക്സ്പയറി ആവില്ല. നിങ്ങൾ എടുത്ത് വെക്കുന്ന അത്തരം PDF ഫയലുകൾ നിങ്ങൾ എത്ര നാൾ ആ ടാബ് ഉപയോഗിക്കുന്നു അത്രയും നാൾ നമുക്കത് പ്ലാൻ പറയാൻ ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ നമുക്കറിയാം നമ്മുടെ പ്രിവ്യൂ വീഡിയോകൾ ഇനി ആപ്പിലൂടെ നമ്മൾ വീഡിയോകൾ കാണിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ അത്തരം വീഡിയോകളെ വലുപ്പത്തിൽ കാണുമ്പോൾ ആ കാണുന്ന വ്യക്തിയിൽ ഇതൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന ഹാർഡ് കോപ്പി ആണെങ്കിൽ പ്രൊമോഷണൽ നോട്ടീസ് നമുക്കറിയാം നമ്മുടെ ഇവന്റിൽ പങ്കെടുത്തവര് അന്ന് അവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു കിറ്റിനുള്ളിൽ നമ്മുടെ ബിസിനസിനെ മനോഹരമായിട്ട് എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ബ്രോഷർ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റി. ഈ ബ്രോഷർ നമ്മൾ കയ്യിൽ ഹാർഡ് കോപ്പി ഉപയോഗിച്ച് സംസാരിക്കേണ്ട വീടുകളിൽ കൊണ്ടുപോകുക തന്നെ വേണം. പക്ഷേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ ചോദിക്കുകയാണ്, ഇതിനെക്കുറിച്ച് പറയുന്ന പേപ്പറോ നോട്ടീസോ നിങ്ങളുടെ കയ്യിലുണ്ടോ? ആ ഉണ്ടെന്ന് പറഞ്ഞ് ബാഗിലേക്ക് കയ്യിലിടും. എന്നിട്ട് പറയും, അയ്യോ ഞാൻ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ഫോണിന്റെ വാട്സപ്പ് ഉണ്ടെങ്കിൽ ഞാൻ PDF അയച്ചു തരാം. ഹലോ, PDF കൊടുക്കാനാണെങ്കിൽ പിന്നെ നിങ്ങൾ ബാഗിലേക്ക് എന്തിനാ കൈയിട്ടെ? നമ്മളുടെ കയ്യിൽ കൃത്യമായ ടൂൾ അവിടെ ഇല്ല എന്നുള്ളൊരു നെഗറ്റീവ് ഇംപ്രഷൻ അടിച്ചപ്പോൾ തന്നെ നമ്മൾ ചോദിച്ചു, വാട്സപ്പിന്റെ നമ്പർ തരാമെങ്കിൽ ഞാൻ അതിലേക്ക് അയച്ചു തരാം. വാട്സപ്പിൽ നിന്നും അത്രത്തോളം ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരിതൊന്നും എടുത്ത് നോക്കാൻ പോകുന്നില്ല. സോ നമ്മുടെ എസൻഷ്യൽ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ, ഒരു ദിവസത്തെ ഡെയിലി റൂട്ടീനിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഈ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കാരണം ഒരു ബിസിനസ്സിനെ ഏറ്റെടുക്കുന്ന നമ്മൾ നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു ആശയവുമായിട്ട് ഓരോ പ്രഭാതത്തിലും ഉണർന്നെഴുന്നേറ്റ് ഈ 6 മണിക്ക് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ മാറണം. കുറെ കാര്യങ്ങൾ മാറണം. ഇന്നാള് ഞാൻ ഒരിക്കല് ഒരു ട്രെയിനിങ്ങിൽ നമ്മൾ പറഞ്ഞു. പണ്ട് മറ്റേ മാവിലയും മറ്റേ ഉമിക്കിരിയും ഒക്കെ ഇട്ട് പല്ല് തേച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് സ്മാർട്ട് ആയിരിക്കുന്ന ബ്രഷിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സംഭവിച്ചു. ഒരു കാലത്ത് കോൾഗേറ്റിന്റെയും ക്ലോസപ്പിന്റെയും പേസ്റ്റ് മാത്രം ഉണ്ടായിരുന്ന നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് പേസ്റ്റുകൾ തിരഞ്ഞെടുക്കുക ഒരു ചോയ്സ് ആയി മാറിയിരിക്കുന്നു. ഒരുപക്ഷെ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റുകളിൽ ട്രോളിയുമായി പോയാൽ ഏത് പേസ്റ്റ് എടുക്കണം എന്ന് മാറിയെടുത്തിട്ട് ഫെയർ ആൻഡ് ലവ്ലി എടുത്തുകൊണ്ട് വന്ന മഹാന്മാരെ നമുക്കറിയാം. കാരണം എന്താ? ചോയ്സസ് കൂടി. പേസ്റ്റ് ആണോ ഫെയർനെസ് ക്രീം ആണോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധം ചോയ്സസ് നമ്മുടെ മുമ്പിലേക്ക് വന്നു. ഇവിടെ നമ്മളൊരു തിരഞ്ഞെടുപ്പ് നടത്താറുണ്ട് അല്ലേ? കൃത്യമായ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സംഭവിച്ചതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ മാവില തപ്പിപ്പോകുന്നതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പണ്ട് വേണ്ടായിരുന്നു. പണ്ട് വീടിന്റെ പുറകിലായിട്ട് ഉമിക്കിരി എവിടെയായിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അല്പം ഉപ്പിട്ട് അതിന്റെ കൂടെ ഒന്ന് തിരുമ്മി അത് പല്ലിലേക്ക് വെച്ച് പിടിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ നൊസ്റ്റാൾജിയ ഒന്നും ഇന്നത്തെ ആളുകൾക്ക് മനസ്സിലാവില്ല. അതൊരു സത്യമാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ മാറാൻ തയ്യാറായി. ഇന്ന് നമ്മുടെ ബ്രഷ് ഇരിക്കുന്ന പൊസിഷൻ നമുക്ക് എന്നും അറിയാം. അത് തപ്പി നടക്കേണ്ട അവസ്ഥ നമുക്കില്ല. ഓട്ടോമേറ്റഡ് ആയി മാറിയതിന്റെ ഒരു ചെറിയ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞതാണ്. ആരെയും ദോഷമായിട്ട് ബാധിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന മാവിലയിൽ നിന്നും ബ്രഷിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ നമുക്ക് സമ്മാനിച്ചത് ഒരു ഡെയിലി റൂട്ടീനാണ്. ഞാൻ ഇത് പറഞ്ഞതിന്റെ കാരണം നമ്മുടെ ലൈഫിൽ ചെറുത് എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളുമാണ് നമുക്ക് വലിയ കാര്യങ്ങൾക്ക് നഷ്ടബോധം ഉണ്ടാക്കുന്നത്. അതിനെ ശ്രദ്ധിക്കണം. ഓട്ടോമേറ്റഡ് ആകുക എന്നത് കേവലം ലൈഫിന്റെ ഒരു കാര്യം ചെറുതല്ല. അത് വലിയ കാര്യമാണ്. കണ്ണട മുഖത്ത് വെച്ചിട്ട് വെള്ളം കോരി ഒഴിച്ച മഹാന്മാരുണ്ട്. കണ്ണട മുഖത്ത് വെച്ചിട്ട് തപ്പി നടന്ന ചില ടീച്ചേഴ്സിനെ നമുക്ക് ഓർമ്മയുണ്ട്. ഹലോ, കണ്ണട നമ്മൾ വെച്ച് ശീലിച്ചത് ഒരുപക്ഷെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് അത് ശരീരത്തിന്റെ ഭാഗമായി മാറി. അതുകൊണ്ടാണ് നമ്മൾ മുഖത്തേക്ക് വെള്ളം കോരി ഒഴിക്കുമ്പോൾ കണ്ണട ഊരാൻ മറന്നു പോകുന്നത്. ഒരുപക്ഷെ ഈ കണ്ണട കണ്ണിൽ വെച്ചിട്ട് വീടായ വീട് മുഴുവൻ, നാടായ നാട് മുഴുവൻ കണ്ണട തേടുകയാണ്. കുറെ കഴിയുമ്പോൾ ആരെങ്കിലും വന്ന് പറയും, ദേ നിങ്ങളുടെ മുഖത്തല്ലേ മാഡം, അല്ലെങ്കിൽ ദേ നിങ്ങളുടെ മുഖത്തല്ലേ സാറേ കണ്ണട ഇരിക്കുന്നത്. നമ്മുടെ ലൈഫിലെ ചില ശീലങ്ങൾ അങ്ങനെയാണ്. ആദ്യം ഇത് ശീലിച്ചു തുടങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഒരുപക്ഷെ നമുക്ക് പരിചയമില്ലാത്ത ചില രീതികളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. അലാം സെറ്റ് ചെയ്യുന്ന കാര്യത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മമ്മൂട്ടി സാർ, സ്നൂസ് അലാറം ഓഫ് ചെയ്ത് പഠിക്കാം. പുതിയ ശീലങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓട്ടോമേറ്റഡ് അലാറം നമ്മുടെ ഉള്ളിൽ മുഴങ്ങും. നമ്മുടെ മീറ്റിങ്ങുകൾക്കും നമ്മുടെ കാര്യങ്ങൾക്കുമെല്ലാം ഇത്തരം ഷെഡ്യൂൾ തയ്യാറാക്കുക. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങളുടെ ഓരോ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളും ചിന്തകളും പ്രാപ്തികളും മറ്റുള്ളവർക്കില്ല എന്ന് ചിന്തിക്കുക. നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് മാത്രമേ ചിന്തിക്കാൻ കഴിയുള്ളൂ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ അവസരങ്ങൾ വ്യത്യസ്തമാണ്. റൂട്ടീൻ ഷെഡ്യൂൾ ചെയ്യാൻ, ലൈഫിനെ ഓട്ടോമേറ്റഡ് ആക്കുക ഇന്നത്തെ ടെക്നോളജിയിൽ മാത്രമല്ല സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു ടെക്നോളജി ഉണ്ട്. ലൈഫിന്റെ ടെക്നോളജി. ഈ ലൈഫിന്റെ ടെക്നോളജിയെ കോർത്തിണക്കിക്കൊണ്ട് ഒരു ദിവസത്തെ കൃത്യമായി ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ അലാം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന കാര്യം. അലാം സെറ്റ് ചെയ്യുന്നത് ജീവിതത്തിലേക്കുള്ള ഓരോ നിമിഷങ്ങളിലും പുതിയ വാർണിംഗ് തരുന്ന അലാംസ് ആണ്.
സ്നൂസ് അലാറം ഫോണിലല്ല, നമ്മുടെ ഉള്ളിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓരോ വ്യക്തികളെ കാണുന്നതിനുള്ള പ്രിപ്പറേഷൻസ് അവിടെ തുടങ്ങുന്നു. 2, കാണാൻ പോകുന്ന വ്യക്തികളെ നമ്മൾ കാണണമെങ്കിൽ റിവേഴ്സ് യുവർ ഡെയിലി റൂട്ടീൻ. റിവേഴ്സ് തിങ്കിങ് പ്രോസസ്സിലൂടെ നമുക്ക് കൃത്യമായിട്ട് ഓരോരുത്തരെ കണ്ടെത്താനും അവരിലേക്ക് എത്തിച്ചേരാനുമുള്ള സമയം, ടൂളുകൾ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ കയ്യിൽ കരുതാൻ കഴിയും. അങ്ങനെ കരുതാൻ കഴിയണമെങ്കിൽ നമ്മളുടെ ബാഗ് ഓർഗനൈസിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ആവശ്യമുള്ള ഓരോ ടൂളുകളും നമ്മുടെ ബാഗിലുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അത് സഹായിക്കും. ആൻഡ് ഫൈനലി നമ്മളിന്ന് സംസാരിച്ചത് എസൻഷ്യൽ ഓട്ടോമേഷൻ ആണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന വസ്തുക്കൾ, ഒരു യാത്രയിൽ ഏറ്റവും എസൻഷ്യൽ ആയിരിക്കുന്ന വസ്തുക്കൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസത്തെ കോൺഫിഡൻസ് പോകും. സജി മാം പലപ്പോഴും കണ്ണട വെച്ചാണ് സംസാരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. യാത്ര ചെയ്യാൻ വീട്ടിൽ നിന്നിറങ്ങി ദേവസേട്ടൻ പുറകെ കണ്ണട കൊണ്ട് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആ യാത്ര തന്നെ ബ്ലോക്ക് ആവും. കാരണം എന്താണ്? നമ്മുടെ യാത്രയുടെ കോൺഫിഡൻസ് ഇരിക്കുന്നത് നമ്മുടെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങളിലാണ്. എഴുതിയാൽ തെളിയാത്ത പേനയുമായി പോയാൽ തന്നെ ആ പ്രശ്നങ്ങൾ അവിടെ തീർന്നു. ഹലോ? എഴുതിയാൽ തെളിയാത്ത പേനയുമായി ഇറങ്ങി തിരിച്ചാൽ തന്നെ ആ ദിവസം അവിടെ തീരുകയാണ്. കണ്ടുമുട്ടുന്ന ആളടുത്ത് സംസാരിക്കാൻ പേന എടുക്കുമ്പോൾ അപ്പോഴല്ല അത് ടെസ്റ്റ് ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന് കുത്തി വരച്ചിട്ടല്ല നമ്മുടെ പേന തെളിയുമോ ഇല്ലയോ എന്ന് അറിയേണ്ടത്. ഒരു മൈക്ക്, ഒരു പ്രാസംഗികൻ സംസാരിക്കുമ്പോൾ ഹൗള് ചെയ്യുമ്പോഴാണ് നമ്മളവിടെ ഒരു മൈക്ക് ഉണ്ടെന്ന് അറിയുന്നത്. ആം ഐ റൈറ്റ്? ഒരു മൈക്ക് സ്റ്റേജിൽ ഹൗള് ചെയ്യുക. ഹൗള് ചെയ്യുക വെച്ചാൽ അതിനകത്തുനിന്ന് ഡിസ്റ്റർബിംഗ് നോയ്സ് വരുമ്പോഴാണ് അവിടെ ഒരു മൈക്ക് ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക. അല്ലെങ്കിലോ വളരെ പ്രൊഫഷണലായി നടക്കുന്ന ചില പ്രോഗ്രാമിൽ പ്രാസംഗികൻ സ്റ്റേജിലേക്ക് കയറുന്നു, അടുത്ത പ്രാസംഗികൻ സ്റ്റേജിലേക്ക് കയറുന്നു. ഇവരൊക്കെ കയറുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുകയാണ്. എന്നാൽ മൈക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓഡിയോ സിസ്റ്റം സംവിധാനം, പബ്ലിക് അഡ്രസ്സിംഗ് സംവിധാനം ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് എപ്പോഴാണ്? അതൊന്ന് ഹൗള് ചെയ്യുമ്പോഴാണ്. ഇതുപോലെ നമ്മുടെ റൂട്ടീനിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. പക്ഷെ നമ്മുടെ റൂട്ടീൻ ഒന്ന് തെറ്റിയാൽ, നമ്മൾ ഓട്ടോമേറ്റഡ് ആക്കിയ കാര്യം ഒന്ന് മിസ്സായാൽ നമ്മുടെ കംപ്ലീറ്റ് കാര്യങ്ങളെയും ബാധിക്കും. എന്റെ പല ട്രെയിൻ യാത്രകളും അങ്ങനെ ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. പലപ്പോഴും ഹെഡ്സെറ്റ് മറന്നു വെക്കുകയോ ചാർജ് ചെയ്യാൻ മറന്നു പോവുകയോ ചെയ്താൽ എനിക്ക് ഇതുപോലുള്ള യാത്രകൾക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നു ഞാൻ പെർഫെക്റ്റ് അല്ല. എന്റെ ഇംപെർഫെക്ഷനിൽ നിന്നും ഞാൻ മിസ്റ്റേക്കിൽ നിന്നും പഠിക്കുന്നത് പുതിയ മാറ്റങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ ആശയങ്ങളും അത്തരത്തിലാണെന്ന് ഞാൻ കരുതുന്നു. ലൈഫിന്റെ ഓട്ടോമേഷൻ നിങ്ങൾക്ക് ഇന്ന് തുടങ്ങാം. തുടങ്ങിയിട്ടുള്ളവർക്ക് ഇതൊരു റൂട്ടീനാണ്. അല്ലാത്തവർക്ക് ഇതൊരു പുതിയ തുടക്കമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ ആശയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്തോഷകരമായ ഈ നിമിഷം നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ.